ഹലോ ഓൾ, വെൽക്കം ടു ചാനൽ ചാറ്റ് വിത്ത് ആതിര. ഇന്നത്തെ വീഡിയോ ദുബായ് ഡേ 3 വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് ഇവിടെ ദുബായ് പോയതിനു ശേഷം ഞാൻ എന്നും രാവിലെ 7 മണിയാകുമ്പോഴേ എണീക്കും. കാരണം ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് അമ്മ അവിടെ കിച്ചണിൽ ചെയ്യുന്ന വർക്കിൻ്റെ സൗണ്ട് കാരണം നേരത്തെ എണീക്കേണ്ടി വരും. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ പുട്ടും പയറുമായിരുന്നു. അമ്മ ചിരട്ടപ്പുട്ടൊക്കെ ഉണ്ടാക്കുകയാണ് രാവിലെ. അങ്ങനെ അച്ഛനും നിതീസും ഒക്കെ ടി വി കണ്ടുകൊണ്ടിരുന്നപ്പോൾ മാമിക്കുട്ടനും മാമയെത്തി. പിന്നെ കുറച്ചു നേരം അവർക്ക് ഫുഡൊക്കെ കൊടുക്കുന്ന പരിപാടിയൊക്കെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ പോയത് നെസ്റ്റോയിലായിരുന്നു. അവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റിൽ കുറച്ച് സാധനമൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ കുറച്ചു നേരം കളിച്ച്, എന്നുവെച്ചാൽ വാവ അമ്പു വർക്കിന് പോകുന്നതിന് മുന്നേ വാവയെ കൊണ്ടാക്കിയിട്ടാണ് പോകുന്നത് ഞങ്ങളുടെ ഫ്ലാറ്റിൽ. അങ്ങനെ ഒരു 1 വീക്ക് ആയെങ്കിലും ഞങ്ങളുടെ ഫ്ലാറ്റ് എന്നൊക്കെ പറയാനാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഞങ്ങൾ നെസ്റ്റോയിലോട്ട് നടന്നാണ് പോയത്. ആദ്യം അടുത്തായിരിക്കും എന്ന് വിചാരിച്ചു, പക്ഷേ നടന്നു പോയപ്പോഴാണ് വാവ പറയുന്നത് എനിക്ക് കറക്റ്റായിട്ട് റൂട്ട് അറിയില്ല എന്ന്. പിന്നെ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് പോയി. അപ്പോൾ ഇതാണ് പോകുന്ന വഴിയിലുള്ള വീടുകൾ കേട്ടോ. കുറച്ച് ഒരു പഴയ കാലത്തെ വീടൊക്കെ അങ്ങനെ അവിടെ ഞാൻ കണ്ടായിരുന്നു. കൂടുതലും ബൊഗെയിൻ വില്ല പൂക്കളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ കുറച്ച് ആ പോകുന്ന വേയിലുള്ള ഫ്ലവേഴ്സൊക്കെയാണ്. അങ്ങനെ കുറേ നടന്ന് ഞങ്ങൾ അറ്റ് ലാസ്റ്റ് നെസ്റ്റോയിലെത്തി. അവിടെ ഭയങ്കര അധികം തിരക്കായിട്ടില്ലായിരുന്നു. കുറച്ച് സൈലൻ്റ് ആയിട്ടുള്ള പ്ലേസ്. ഇനി വർക്കിംഗ് ഡേ ആയതുകൊണ്ടും രാവിലെയൊക്കെ ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, അധികം അങ്ങനെ തിരക്കില്ലായിരുന്നു. അപ്പോൾ നമ്മൾ നെസ്റ്റോയുടെ ഒരു സൂപ്പർ മാർക്കറ്റ് അതിനകത്താണ്, അല്ലാതൊരു മോള് പോലെ തന്നെയാണ്. അപ്പം അവിടെ പോയി കുറച്ച് ഗ്രോസറി സാധനങ്ങൾ, വെജിറ്റബിൾസ്, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെയാണ് വാങ്ങിയത്. പിന്നെയാണ് ഞാൻ കാണുന്നത് അവിടെ ഡ്രസ്സ്, ഷൂസ്, അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടായിരുന്നു. എനിക്ക് ഈ ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞാൽ പിന്നെ എന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. ഈ ആന കരിമ്പും കാട്ടി കയറിയ പോലെയാണ്. എനിക്കിങ്ങനെ ഫുഡ് ഐറ്റംസിനേക്കാളും കൂടുതൽ ഇഷ്ടം ഇങ്ങനെ ഷോപ്പിംഗ് ചെയ്യാനാണ്. ചുമ്മാ ഇങ്ങനെ എനിക്ക് നടന്ന് സാധനമൊക്കെ വാങ്ങാനാണ് ഇഷ്ടം. അതും കമ്മൽ, മാല, ഡ്രസ്സ്, അങ്ങനത്തെ ഐറ്റംസ്. ഫുഡ് എനിക്ക് എന്തെങ്കിലും കിട്ടിയാലും മതി. അതിനോട് എനിക്ക് അങ്ങനെ ഒരു ഇതില്ല. എനിക്ക് കൂടുതലും ഇങ്ങനത്തെ ഐറ്റംസ് ഷോപ്പ് ചെയ്യാനാണ് ഇൻട്രസ്റ്റ്. എവിടെ ഫുഡ് കഴിക്കാൻ പോകണോ ഷോപ്പിങ്ങിന് പോകണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഫസ്റ്റ് പറയും ഷോപ്പിങ്ങിന് മതിയെന്ന്. അപ്പം ഇതൊക്കെയാണ് അവിടെ എല്ലാ ഐറ്റംസും. ഇവിടെ കിട്ടുന്ന എല്ലാ ഐറ്റംസും വെൽ പാക്ഡ് ആയിട്ടാണ് അവിടെ കിട്ടുന്നത്. അത്രേ ഒരു ഡിഫറൻസ് ആയിട്ടുള്ളൂ. നല്ല നീറ്റ്, എല്ലാം പ്ലാസ്റ്റിക് കവറിൽ റാപ്പ് ചെയ്തിട്ടൊക്കെയാണ് വെച്ചേക്കുന്നത്. ആ ഒരു പ്രത്യേകത മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. അല്ലാതെ കിട്ടാത്ത ഐറ്റംസ് ആയിട്ടൊന്നുമില്ല. ഈവൻ അങ്ങനെ നമ്മളെല്ലാം നോക്കി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. നിധിക്കുട്ടിന് ഓട്ടോ ആയതുകൊണ്ട് ഞങ്ങൾ അതിനകത്ത് പിടിച്ച് ഇരുത്തിയിട്ടാണ് പിന്നെ സാധനമൊക്കെ വാങ്ങിച്ചു. ഈ ബ്ലൂബെറി വാങ്ങിയായിരുന്നു. നിതീഷിന് വേണം എന്ന് പറഞ്ഞതുകൊണ്ട് അത് വാങ്ങി. പിന്നെ മാമിക്കുട്ടിന് ഇറങ്ങി ഓടാൻ വേണ്ടിയിട്ട് ധൃതിയിൽ നിൽക്കുന്നത്. ഇറങ്ങി ഓടിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സാധനം എടുക്കുമെന്നുള്ളതുകൊണ്ട് വാവ പിന്നെ താഴെ ആക്കിയില്ല. പിന്നെ ഇതൊക്കെ നല്ല ഫ്രഷ് ആയിട്ടാണ് ഇവിടെ ഇരുന്നത്. ഈ ചീരയൊക്കെ നല്ല ഫ്രഷ് ആയിട്ട്, പുതിനയില അമ്മ അത് കണ്ട് എടുത്ത് നോക്കിയതാണ്. പുതിനയിലൊക്കെ ഒരു ഇല പോലും കരിഞ്ഞൊരു ഇല ഇല്ലാതെയാണ് ഇരുന്നത്. കട്ട് ചെയ്ത വാട്ടർമെലൺ പീസസ് എല്ലാം റാപ്പ് ചെയ്തിട്ടാണ് ഉണ്ടായിരുന്നത്. ഞാൻ പിന്നെ എനിക്ക് പറ്റിയ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടോ എന്നൊക്കെ പരതി അവിടെ നടന്നു. അങ്ങനെ അവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് ഞങ്ങളൊരു ടാക്സി പിടിച്ച് നേരെ ഫ്ലാറ്റിലോട്ട് വന്നു. പിന്നെ വൈകിട്ടായപ്പോഴത്തേക്കും അമ്മ മാഗിയൊക്കെ ഉണ്ടാക്കി. അതൊക്കെ കുറച്ചു നേരം കഴിച്ചിട്ട് ഇനി ഞങ്ങൾ അടുത്ത പോകാൻ പോകുന്നത് എയിൻ ദുബായ് ബ്ലൂ വാട്ടർ ഐലൻഡിലാണ്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് ഉറങ്ങി. പ്രത്യേകിച്ച് ആ ഒരു വീക്ക് നമ്മൾ ഫുൾ എൻജോയ് ചെയ്തു. വെറുതെ ഒരു ജോലിയില്ല. രാവിലെ എണീക്കുന്നു, ഫുഡ് കഴിക്കുന്നു, ടി വി കാണുന്നു. ഇനി എവിടെ കറങ്ങാൻ പോവാം, ആ ഒരു ക്വസ്റ്റ്യനിലായിരുന്നു. അത് തിരിച്ച് വന്നതിന് ശേഷം ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ഹാങ് ഓവർ മാറിയില്ല. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ കളിയായിരുന്നു. ഇതൊരു എയർ ബെഡാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ജമ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ആ കൂടെ കിടക്കുന്ന ആളും കൂടെ താഴെ വീണു. അങ്ങനത്തെ ഒരു ബെഡായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു 7 മണി കഴിഞ്ഞു ഇറങ്ങിയപ്പോൾ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ചു ഫുഡ് കഴിച്ചിട്ട് പോവാം. അപ്പോൾ പിന്നെ ഇനി അവിടെ പോയിട്ട് പിന്നെ വിശക്കുന്നു എന്ന് പറഞ്ഞ് തിരിച്ചു വരേണ്ടി വന്നല്ലോ. സോ ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിലേക്കാണ് ആദ്യം വിട്ടത്. അവിടെ പോയിട്ട് അപ്പം, ചപ്പാത്തി, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് കഴിച്ചത്. അങ്ങനെ ഫുഡ് അടി കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ പോയി. അങ്ങനെ കുറച്ച് സമയം എടുത്തോളൂ. അവിടെ നിന്നും അധികം ദൂരമില്ലായിരുന്നു. ഇതാണ് പോകുന്ന വഴിയിലുള്ള ആ ഒരു വ്യൂ ഒക്കെ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. മെയിനായിട്ട് കുറച്ച് രാത്രി ആയതുകൊണ്ട് നല്ല ഫോട്ടോസൊന്നും അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. എങ്കിലും ലൈറ്റൊക്കെ നല്ലതായിരുന്നു. പക്ഷെ കാണാനായിട്ട് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിരുന്നു. അങ്ങനെ അവിടുത്തെ വ്യൂ ആണ് ഈ കാണുന്ന. ഇതിൻ്റെ ലൈറ്റിൻ്റെ കളറ്
മാറിക്കൊണ്ടിരിക്കും, ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. കുറച്ച് കഴിയുമ്പോൾ ബ്ലൂ ആവും, യെല്ലോ ആവും, അങ്ങനെ. പിന്നെ ഇപ്പം ഈ കാണുന്നതൊക്കെ കുഞ്ഞു കുഞ്ഞു റെസ്റ്റോറൻറ്റിൻ്റെ കുഞ്ഞു കുഞ്ഞു റൂംസ് പോലെയാണ്. അപ്പോൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കാം. കുറച്ച് കോസ്റ്റ്ലി ആണെന്ന് വാവ പറഞ്ഞു. അപ്പം അങ്ങനെ ഇതാണ് ആ ബിൽഡിംഗ്. ഇവിടുന്ന് മേളിൽ നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് ആ ലൈറ്റ്സ് ഒക്കെ കാണാനായിട്ട്. ഇപ്പം ഈ കാണുന്നത് കടൽ നികത്തിയിട്ട് ചെയ്തേക്കുന്നതാണ് കേട്ടോ. അപ്പം പിന്നെ ഇവിടെ ഒരു വലിയൊരു ജെയിൻറ്റ് വീൽ ഉണ്ടായിരുന്നു എന്നല്ല, ഇപ്പോഴും ഉണ്ട്. നമ്മളത് കണ്ടു, കയറിയതൊന്നുമില്ല. ഒരു വലിയ ജെയിൻറ്റ് വീൽ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ സമയം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തു. പിന്നെ അവിടെ ഒരു കാർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നിതീഷിന് കളിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് അത് വാങ്ങി. വാമിക്കുട്ടിനെ കയറ്റാന്നിട്ട് പോയപ്പോൾ പേടിയായിരുന്നു. പിന്നെ ഏട്ടൻ്റെ മടിയിൽ ഇരുത്തിയിട്ട് ഒരു റൗണ്ട് കൊണ്ടുപോയിട്ട് തിരിച്ചു വന്നു. ഇത് 15 മിനിറ്റ്സിന് എന്തോ ആണ്. ഞാൻ കയറിയിട്ട് എനിക്ക് ഓടിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ ഇങ്ങോട്ട് തിരിക്കുമ്പോൾ അത് വേറൊരു സൈഡിലോട്ട് പോയായിരുന്നു. പിന്നെ വാവയും കയറി കുറച്ച് നേരം അവിടെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ വരികയാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് ദുബായ് സ്പെൻഡ് ചെയ്ത Day 3 വീഡിയോ. അപ്പോൾ ഇനി ഞാൻ നെക്സ്റ്റ് ഡേയ്സിലുള്ള വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.